بسم الله الرحمن الرحيم الله والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا صالحا متقبلا. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഖുർആൻ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുടെ വിശദീകരണമാണ്, തഫ്സീറാകുന്നു. ഈ 2 ആയത്തുകളുടെ പ്രാധാന്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് ചില പുതിയ ഹദീസുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് മുമ്പ് ഒരു പ്രവാചകനും ഇറങ്ങാത്ത ഒരു മലക്ക് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്തോഷ വാർത്ത അറിയിച്ചു നൽകി. അബ്ശിർ ബിനൂറൈനി എന്നാണ് പറഞ്ഞത്. താങ്കൾ 2 പ്രകാശങ്ങൾ മുഖേന താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഈ 2 വെളിച്ചം? ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും 2 സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ വചനങ്ങളും. മാത്രമല്ല ഈ 2 വചനങ്ങൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ ഭാഗത്ത് നിന്നാണ് എടുക്കപ്പെട്ടതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉന്നതമായ സ്ഥാനം, പദവി, അതിൻ്റെ പ്രാധാന്യമാണ് ഈ റിവായത്തുകളെല്ലാം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ 2 ആയത്തുകൾ വല്ലവനും ഒരു രാത്രിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കഫതാഹു, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 ആയത്തുകൾ പാരായണം ചെയ്ത ആ മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വഖാലു സമിഅ്നാ വ അതഅനാ എന്ന ആയത്ത് എന്ന വചനം മുതലാണ് പഠിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് 2-3 അവസരങ്ങൾ പാരായണം ചെയ്യുവാൻ നൽകുന്നതാണ്. ആമിർ റസൂലു കാണാതെയാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്, കാണാതെ ചൊല്ലാൻ. ഇനി കാണാതെ പ്രയാസമാണെങ്കിൽ കണ്ടിട്ടും ചൊല്ലാം. ഏറ്റവും പ്രധാനം ആയത്തുകൾ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ സാധിക്കുക, അതാണ് പ്രധാനം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمن الرسول بما أنزل إليه من رسول من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.
വാവില്ല മോനെ. അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. മാഷാ അല്ലാഹ്, അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. സുഫിയാൻ അല്ല പേര്? സുഫിയാൻ. സഫ്വാൻ, മൂത്തവന് സഫ്വാൻ. അബ്ദുർ റഷീദിൻ്റെ മകനാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ മാഷാ അല്ലാഹ് 2 ആയത്തുകൾ ഖവാത്തിമുൽ ബഖറ പാരായണം ചെയ്തു. കാണാതെയാണ് പാരായണം ചെയ്തത്. ഇനി അടുത്ത അവസരം സുഫിയാൻ. لها ما كسبت وعليها ما اكتسبت ربنا ولا تحملنا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحملنا ما لا ربنا ولا تحمل علينا إصرا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وأنت مولانا وارحمنا وانصرنا على القوم أنت مولانا فانصرنا على القوم الكافرين. അതെ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. വളരെ സന്തോഷമുണ്ട്. ചെറിയ പിഞ്ചുമക്കൾ ഇത്രയും മനോഹരമായി 2 ആയത്തുകൾ കാണാതെ പഠിക്കുകയും അത് ഒരു സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് പാരായണം ചെയ്യുക എന്ന് പറയുമ്പം മുതിർന്നവരടക്കം അബദ്ധങ്ങൾ വരുത്താറുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ അത് കുട്ടികൾ അത് അൽഹംദുലില്ലാ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇനി മുതിർന്നവർക്ക് ഒരു അവസരം കൂടിയുണ്ട്. കാണാതെ ചൊല്ലുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു ശീലമാക്കണം. അതായത് ഇങ്ങനെ ചൊല്ലി കാണാതെ ഇതൊക്കെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഈ സ്വഹാബത്തുകളുടെ പതിവ് എങ്ങനെയായിരുന്നു? آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അഹ്സൻത്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. നല്ല പാരായണമായിരുന്നു. നമ്മുടെ ഹമീദാക്കയാണ് ഇപ്പോൾ ഓതിക്കഴിഞ്ഞത്. അൽഹംദുലില്ലാ. ഇവിടെ ചില കാര്യങ്ങൾ ഇപ്പോൾ മാലാ തോഖത ലനാ എന്ന് പറയുമ്പം അല്പം 2 ഖദ്ർ കുറച്ചും കൂടി നീട്ടണം. മാലാ തോഖത ലനാ ബി. പിന്നെ അന്ത എന്ന് പറയാൻ പാടില്ല, അന്ത. ഇത് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാറുള്ള ഒരു വാക്കാണത്. അന്ത എന്ന് പറയുന്നതിന് പകരം അന്ത, ആ തായിൻ്റെ മഖ്റജ് അല്പം കൂടി ശരിയാക്കുക. അപ്പോൾ അൽഹംദുലില്ലാ, ഇത് നമ്മൾ നിത്യം ഇപ്പോൾ കാണാതെ പഠിച്ച് പിന്നെ മറക്കാനല്ല, ദൈനംദിനം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ശീലമാക്കണം ഈ 2 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട്. അങ്ങനെ ഇതിൽ അബദ്ധം
പറ്റാതെ പാരായണ നിയമങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ അതൊരു ശീലമാക്കി ഇത് ഒരു പതിവാക്കണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഖവാതിമുൽ ബഖറയുടെ തഫ്സീർ അവസാനിക്കുന്നത് വരെ നമ്മൾ അവസരം നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരണമെന്നാണ്. കുട്ടികളെ പോലെ കുട്ടികൾ പിന്നെ സഫ്വാൻ കഴിഞ്ഞ ഉടനെ തന്നെ പറയാതെ തന്നെ സുഫിയാൻ എഴുന്നേറ്റ് നിന്ന് പാരായണം ചെയ്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സഹോദരന്മാരെ, നമ്മൾ പുതിയ നോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ടാമത്തെ നോട്ടിൻ്റെ അവസാനത്തെ ഭാഗം പൂർത്തീകരിക്കാനുണ്ട്. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വഖാലു സമി അൻദലുസി റഹ്മഹുല്ലാഹ് എന്തുകൊണ്ടാണ് അതഅന എന്ന പദത്തിന് മുമ്പ് സമിഅന ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നതിന് മുമ്പ് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം? അതായത് അതഅന എന്നതിന് മുമ്പ് ആയത്തിൽ എന്താ വന്നത്? ഏത് വാക്കാ വന്നത്? സമിഅന. എന്താണ് ഇമാം അബൂ ഹയ്യാൻ പറഞ്ഞതിൻ്റെ ആകത്തുക? അതെ, അതായത് അദ്ദേഹം പറയുന്നത് തക്ലീഫിൻ്റെ അതഅന എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അതായത് അള്ളാഹുവെ നിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാണ് ഉദ്ദേശം. ആ സന്നദ്ധതയുടെ ആ അനുസരണത്തിൻ്റെ വഴി എന്താണ്? സമഅാണ്, കേൾക്കലാണ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ സൃഷ്ടികളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശ്രവിക്കുക, കേൾക്കുക. എന്നിട്ടാണ് രണ്ടാമത്തെ ഘട്ടം വരുന്നത്. ഏത്? അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സമിഅന വ അതഅന. നോക്കൂ, നിങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഖുർആന് ഒരു പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ക്രമത്തിനും എന്തുണ്ട്? ഉദ്ദേശമുണ്ട്. അത് നമ്മൾ സംസാരിക്കുന്നത് പോലെ അത് അങ്ങനെയാകാം, അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഖുർആൻ പറയുമ്പം അതിലെന്താണ്? അത് അമാനുഷിക ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അതിൽ ഓരോ സംഗതിക്കും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. കാരണം അത് അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഗ്രന്ഥമാണ്. അതിൽ യാതൊരു നിലക്കും മിഥ്യ ബാത്തിൽ കടന്നു വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ചോദ്യം, ഇമാം അല്ലാമ അബ്ദുറഹ്മാൻ അസ്സഈദി റഹ്മഹുല്ലാഹ്, അദ്ദേഹം സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന വലിയ കർമ്മശാസ്ത്രത്തിലും തഫ്സീറിലും പാണ്ഡിത്യമുള്ള അറിയപ്പെട്ട ഒരു ആലിമാണ്. അദ്ദേഹം പറയുന്നു, ഈ വഖാലു സമിഅന വ അതഅന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുകൂലമായ ഒരു വസ്തുതയാണ്. അതായത് ഒരു നല്ല കാര്യമാണ്. വഖാലു സമിഅന വ അതഅന, വിശ്വാസികൾ പറയുന്നു, അല്ലാഹുവേ ഞങ്ങൾ നിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടിരിക്കുന്നു, നിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം എന്താ പറഞ്ഞത്? ഗുഫ്രാനക്. എന്തുകൊണ്ടാണ് വഖാലു സമിഅന വ അതഅന എന്നതിന് ശേഷം അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതെ, അതുകൊണ്ട് എന്ത് ആവശ്യമുണ്ട് മനുഷ്യന്? ഇസ്തിഗ്ഫാർ, മഗ്ഫിറ, അല്ലാഹുവിന് മഗ്ഫിറത്ത് ആവശ്യമുണ്ട്. നല്ല ഉത്തരം. മനസ്സിലായി? അബ്ദുറഹ്മാൻ അസ്സഈദി റഹ്മഹുല്ലാഹ്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചു കൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. അതുകൊണ്ട് ഇബാറത്തുകൾ എന്താണ്, ഇബാറത്തുകളിലൂടെ എന്താണ് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ശൈഖ് സഅദി പറയുന്നത്, അതായത് മനുഷ്യൻ അനുസരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യന് സംഭവിക്കും, വീഴ്ച സംഭവിക്കും, അബദ്ധങ്ങൾ സംഭവിക്കും, അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും. അപ്പോഴൊക്കെ മനുഷ്യന് എന്ത് വേണം? അവനിൽ നിന്ന് വന്ന പാപങ്ങൾ പൊറുക്കപ്പെടണം. അതുകൊണ്ടാണ് അവൻ വഖാലു സമിഅന വ അതഅന എന്നൊരു വിശ്വാസി പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു? ഗുഫ്രാനക്,
അള്ളാഹുവേ എനിക്ക് പാപമോചനം നൽകണമേ, എനിക്ക് പുറത്തു തരണമേ എന്ന് പറയാനുള്ള കാരണം അതാകുന്നു എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഅദി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ തൈസീറു അൽ കരീമി അർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു. ഇനി ഗുഫ്രാനക്ക് എന്ന പദത്തിൻ്റെ നേരെ അർത്ഥം എന്താണ്? ഗുഫ്രാനക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം പുറത്തു തരയണമേ എന്നല്ല. അത് എന്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പാപമോചനം എന്നാണ് അർത്ഥം. എന്താണ്? പാപമോചനം. ഗുഫ്രാൻ, ഗുഫ്രാൻ ശരിക്കുള്ള അർത്ഥം പദം ഗുഫ്രാൻ എന്നർത്ഥം പാപമോചനം, പൊറുക്കൽ. പിന്നെ എങ്ങനെയാണ് ഈ പദം എനിക്ക് പുറത്ത് തരയണമേ, ഞങ്ങളോട് പൊറുക്കണമേ എന്നൊക്കെ അർത്ഥം ഒരു ആജ്ഞാ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിലുള്ള ഒരു ഫിഅലായി മാറിയത്? അതാണ് ഇവിടെ ഒരു ചോദ്യം അല്ലേ? ആ ചോദ്യത്തിന് മറുപടിയാണ് ഇമാം തബരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ ജാമിഉൽ ബയാൻ അൻ തഅ്വീലി ആയൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം തബരിയുടെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഗുഫ്രാൻ എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ സുബ്ഹാൻ, ഗുഫ്രാനക്, സുബ്ഹാനക്. ശരിക്കും സുബ്ഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധി അല്ലേ? അപ്പോൾ എന്താണ് സുബ്ഹാനല്ലാഹ് എന്നൊരു മുസ്ലിം പറയുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണ്? അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന അർത്ഥം. അത് എങ്ങനെ ആ അർത്ഥമായി മാറിയത്? അതിൻ്റെ രഹസ്യമാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം തബരി പറഞ്ഞല്ലോ, ഖാലൽ ഇമാമു തബരിയു ഫി തഫ്സീരിഹി. വായിക്കുക ഒരുമിച്ച്. ജാമിഉൽ ബയാൻ അൻ തഅ്വീലി ആയൽ ഖുർആൻ. പ്രിയ സഹോദരന്മാരെ, സംഘടനാ ഭേദമന്യേ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീർ ഗ്രന്ഥമാണ് ഇമാം തബരി തഫ്സീർ ഗ്രന്ഥം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എല്ലാ സംഘടനക്കാരും ഞാൻ മനസ്സിലാക്കിയതുപോലെ ഏകോപിച്ച് ഇത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ആധികാരികമായ അവലംബനീയമായ തഫ്സീർ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉള്ളൂ, ഇമാം തബരിയുടെ തഫ്സീർ ഗ്രന്ഥം. ഇമാം സുയൂത്തി പറയുന്നു, അജല്ലു തഫാസീരി വ അഅ്ദമുഹാ ഖദ്റൻ. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായതും ഏറ്റവും സ്ഥാനമുള്ള തഫ്സീർ ഗ്രന്ഥം ഏതാണ്? തഫ്സീറു അത്തബരി. അത് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് മുമ്പ് അൽ മുഖദ്ദിമ ഫി ഉസൂൽ തഫ്സീർ എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇമാം തബരി പറയുന്നു, നോക്കൂ നിങ്ങൾ, 1100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തഫ്സീർ ഗ്രന്ഥമാണ്. അതിപ്പോഴും 20-ൽ പരം വാള്യങ്ങളായിട്ട് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കുക തന്നെ ചെയ്യുന്നുവെന്ന് ഒരു വാഗ്ദത്തം നൽകിയല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ട് ഖുർആനെ വിശദീകരിക്കുന്ന, ഖുർആനെ മഹത്വപ്പെടുത്തുന്ന, ഖുർആനെ ഖിദ്മത്ത് ചെയ്യുന്ന ഏതൊരു ശാസ്ത്രവും അതുമൂലം സൂക്ഷിക്കപ്പെട്ടു. ഏതാണ് ഖുർആൻ്റെ വിശദീകരണം? സുന്നത്ത്. സുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി, മുസ്ലിം പോലുള്ള 1000-1100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും അതേപോലെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ഈ ദീനിൻ്റെ പ്രത്യേകതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ബാധ്യത എന്താണ്? ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുക, ആ ഇൽമനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. പ്രത്യേകിച്ച് നമ്മൾ മദീനത്താവുമ്പോൾ, ഈ പുണ്യമണ്ണിൽ നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ നൽകപ്പെടുമ്പോൾ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത് പ്രത്യേകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിചാരണ ചെയ്യപ്പെടുമെന്ന് ബോധം വേണം. കാരണം ഒരു പച്ചവെള്ളം നിങ്ങൾക്ക് നഈമിനെ കുറിച്ച് തീർച്ചയായും ചോദിക്കപ്പെടുന്ന സൂറത്തു തകാസുറിൽ അള്ളാഹു പറഞ്ഞല്ലോ. അതിന് തഫ്സീറിൽ പണ്ഡിതന്മാർ പറയുന്നു, തണുത്ത വെള്ളത്തെക്കുറിച്ച്, പാനീയത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്ന തഫ്സീറിൽ. അപ്പോൾ തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക്
ഇവിടെ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ വിശ്വാസത്തിനും തണുപ്പ് പകരുന്ന വിജ്ഞാനം വിജ്ഞാനം നൽകുന്ന ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സംബന്ധിച്ച് എല്ലാവരും സഹകരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ഇമാം തബരി പറയുന്നത്? വഖൗലുഹു ഗുഫ്രാനക റബ്ബന യഅനി, അല്ലാഹുവിൻ്റെ വചനം ഏതാണ്? ഗുഫ്രാനക റബ്ബന യഅനി, അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിവക്ഷ ഇങ്ങനെയാകുന്നു. എങ്ങനെ? വഖാലു ഗുഫ്രാനക റബ്ബന. എന്താണ് ഇമാം തബരി ചെയ്തത്? ആ ആയത്തിനെ പിന്നെ റിപ്പീറ്റ് ചെയ്തോ? ഇമാം തബരി ഗുഫ്രാനക റബ്ബന എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു? യഅനി വഖാലു ഗുഫ്രാനക റബ്ബന. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അതെ, അഹ്സൻത്, മാഷാ അല്ലാഹ്. ഇമാം തബരി ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നു എന്ന ഉദ്ദേശമാണ് ഇവിടെ എന്ത് ഉള്ളത്. യഅനി വഖാലു, ആര് പറഞ്ഞു? വിശ്വാസികൾ. ആമന റസൂലു എന്ന് പറഞ്ഞല്ലോ, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആ വിശ്വാസികൾ പറഞ്ഞു എന്ത്? ഗുഫ്രാനക റബ്ബന. വഖാലു സമിഅനാ വ അതഅനാ. സമിഅനാ വ അതഅനാ എന്ന് പറഞ്ഞ അതേ വിശ്വാസികൾ തന്നെ ഗുഫ്രാനക റബ്ബന എന്നും പറഞ്ഞു. ബിമഅന ഇഗ്ഫിർ ലനാ റബ്ബന ഗുഫ്രാനക. എന്താണ് ഗുഫ്രാനക റബ്ബന എന്ന ഈ വചനത്തിൻ്റെ അർത്ഥമാണ്, തഫ്സീറാണ് ഇമാം തബരി നൽകുന്നത്. ഇഗ്ഫിർ ലനാ, എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് നീ പൊറുത്തു താ. റബ്ബന, നമ്മുടെ ഞങ്ങളുടെ അല്ലേ, ഞങ്ങളുടെ നാഥ. ഗുഫ്രാനക്, പാപമോചനം. അപ്പോൾ ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് പാപമോചനം നൽകിത്തരണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കമാ യുഖാലു, പറയപ്പെടുന്നത് പോലെ. കമാ യുഖാലു, പറയപ്പെടുന്നത് പോലെ. സുബ്ഹാനക്, അപ്പോൾ സുബ്ഹാനക് എന്ന വാക്ക് പറയുന്നത് പോലെ തന്നെ ഏതും ഗുഫ്രാനക എന്ന പ്രയോഗവും. ബിമഅന നുസബ്ബിഹുക സുബ്ഹാനക്, ബിമഅന നുസബ്ബിഹുക സുബ്ഹാനക്. ഇപ്പോൾ സുബ്ഹാനക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നുസബ്ബിഹുക സുബ്ഹാനക്, അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, വാഴ്ത്തി പറയുന്നു. അപ്പോൾ ഗുഫ്രാനക് എന്നതിൻ്റെ ഇഗ്ഫിർ ലനാ റബ്ബന എന്നതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനക് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നുസബ്ബിഹുക സുബ്ഹാനക്, നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഈ ഗുഫ്രാൻ സുബ്ഹാൻ എന്ന പദത്തിന് മുമ്പ് അവിടെ ബാഹ്യമായി നമ്മൾ വായിച്ചില്ലെങ്കിലും അതിലെന്ത് ഒരു ക്രിയ, ഒരു ഫിഅല് ഞങ്ങൾക്ക് നൽകണമേ, അല്ലെങ്കിൽ ഇന്ന സ്തുതിയെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്ന ഒരു ക്രിയ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശം. ഒന്നുകൂടി ഇമാം തബരി വ്യക്തമാക്കുന്നു. വഖാല തബരിയു വഅമ്മാ ഖൗലുഹു വഇലൈക്കൽ മസീർ ഫഇന്നഹു യഅനി ജല്ല സനാഉഹു അന്നഹും ഖാലു വഇലൈക യാ റബ്ബന മർജിഉനാ വമആദുനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ, അള്ളാഹുവിനോട് പാപമോചനം തേടിയതിന് ശേഷം എന്താണ് പറഞ്ഞത്? വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കവും. അപ്പോൾ എന്തിനാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത്? കാരണം മരിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിലേക്കാണ് തിരിച്ചു മടങ്ങുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? പാപങ്ങളിൽ നിന്ന് മുക്തനായി അള്ളാഹുവിനെ സ്വർഗം നേടിയെടുക്കുക എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
അപ്പോൾ ഇലൈക്കൽ മസീർ എന്ന ആയത്തിൽ തഫ്സീറാണ് ഇമാം തബരി പറയുന്നത്. ഫഇന്നഹു യഅനി ജല്ല സനാഉഹു അന്നഹും ഖാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥമാക്കുന്നത് അവർ പറഞ്ഞു. ആര് പറഞ്ഞു? വിശ്വാസികൾ പറഞ്ഞു. വ ഇലൈക യാ റബ്ബന, നിന്നിലേക്കാണ് ഞങ്ങളുടെ നാഥ. മർജിഉന വ മആദുന, ഞങ്ങളുടെ മടക്കവും തിരിച്ചുവരവും നിന്നിലേക്കാകുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബന, അങ്ങനെയാകുമ്പോൾ ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന പ്രാർത്ഥനയാണ് ഇതിലുള്ളത്. ഫഇൻ ഖാല ലനാ ഖായിൽ, ഫഇൻ ഖാല ലനാ ഖായിലുൻ. ഇനി ഒരു ചോദ്യമാണ്. പണ്ഡിതന്മാരുടെ അധ്യാപന ശൈലിയാണ് ചോദ്യത്തിലൂടെ ഉത്തരം നൽകുക. ഇതിൽ നമ്മളുടെ മാതൃക ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയാണ് സഹാബത്തുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തത്? ഉത്തരങ്ങളിലൂടെ. ചോദ്യം ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുക? മറുപടി പറയുക. അതിലൂടെ സഹാബത്തുകൾ എന്ത് പഠിച്ചു? ദീനിലെ അടിസ്ഥാന കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം, അർക്കാനു അൽ ഈമാൻ, അതുപോലെ തന്നെ ഇഹ്സാനൊക്കെ പഠിച്ചു. ഹാദാ ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും ഉമൂറ ദീനിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം അപ്രത്യക്ഷമായപ്പോൾ എന്ത് പറഞ്ഞു? ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് ആരാണ് നിങ്ങൾക്കറിയാമോ? അറിയുകയില്ല. ഇത് ജിബ്രീലാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനാണ് അദ്ദേഹം നിങ്ങളുടെ അരികിലേക്ക് വന്നത് എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ്. ഫഇൻ ഖാല ലനാ ഖായിലുൻ, ഒരു വല്ലവനും നമ്മോട് ഇപ്രകാരം പറയുകയാണെങ്കിൽ, എപ്രകാരം? ഫമല്ലദീ നസബ ഖൗലഹു ഗുഫ്രാനക്, ഗുഫ്രാനക് എന്ന പദത്തിന് നസ്ബ് നൽകിയത് ഏതാകുന്നു? ഇത് അറബി ഭാഷാ നിയമങ്ങൾ, വ്യാകരണവുമായി, നഹ്വുമായി, ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഫമല്ലദീ നസബ ഖൗലഹു ഗുഫ്രാനക്. നോക്കൂ, നിങ്ങൾ ഗുഫ്രാനു എന്നല്ല വായിച്ചത്, ഗുഫ്രാനി എന്നല്ല വായിച്ചത്. എങ്ങനെ വായിച്ചത്? ഗുഫ്രാന. നൂൻ്റെ മേലെന്താണ്? ഫത്ഹാണ്. ഈ ഫത്ഹിൻ്റെ അവസ്ഥക്കാണ് അവിടെ ശബ്ദം കേൾക്കുന്നില്ല. ഈ ഫത്ഹിൻ്റെ അവസ്ഥക്കാണ് എന്ത് പറയുക? നസ്ബ് എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇതെന്താ അറബി പറയുക? ജവ്വാൽ, മൊബൈൽ ഫോണിന് ജവ്വാൽ എന്ന് പറയും. അഖദ്തുൽ ജവ്വാല, മൊബൈൽ ഫോൺ ഞാൻ എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അൽ ജവ്വാല എന്ന പദത്തിൻ്റെ അവസാനം എന്താ വരേണ്ടത്? ഫത്ഹാണ് വരേണ്ടത്. ഈ ഫത്ഹിൻ്റെ അവസ്ഥക്കാണ് നസ്ബ് എന്ന് അറബി ഭാഷാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക. മനസ്സിലായില്ലേ? ഇവിടെ ചോദിക്കുന്നത് ഗുഫ്രാനക്, അല്ലാഹുവേ നിൻ്റെ പാപമോചനം നമുക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഗുഫ്രാൻ എന്ന പദത്തിൻ്റെ അവസാനം എന്താ വന്നത്? ഫത്ഹാണ് വന്നത്. ഗുഫ്രാന. എന്താണ് ഈ പദത്തിന് നസ്ബ് നൽകിയത്? ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, സാധാരണ അറബി ഭാഷാ നിയമപ്രകാരം ഒരു വാചകത്തിൻ്റെ ആദ്യത്തിൽ, തുടക്കത്തിൽ ഒരു നാമം വരികയാണെങ്കിൽ ആ നാമത്തിൻ്റെ അവസാനം എന്താണ് വരേണ്ടത്? ദമ്മാണ് വരേണ്ടത്. ഉദാഹരണം, ഇതൊരു നല്ല ഒരു പുസ്തകമാണ്. കിതാബുൻ ജമീലുൻ, കിതാബുൻ ജമീലുൻ, നല്ലൊരു പുസ്തകം അല്ലേ എന്ന് പറയുമ്പോൾ കിതാബുൻ എന്തായിരിക്കണം? അവസാനം ദമ്മായിരിക്കണം. അപ്പോൾ ഗുഫ്രാനക് വഖാലു സമിഅ്നാ വഅതഅന എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? ഗുഫ്രാനക്. ഒരു പുതിയ സെൻറ്റൻസാണത്. എന്തുകൊണ്ടാണ് നസ്ബ് വന്നത്? ചോദ്യം. ഫമല്ലദീ നസബ ഖൗലഹു ഗുഫ്രാനക്, അല്ലാഹുവിൻ്റെ വചനമായ ഗുഫ്രാനക് എന്ന പദത്തിന് നസ്ബ് നൽകിയത് ഏതാകുന്നു? ചോദ്യം. ഖീല ലഹു, ആ ചോദ്യകർത്താവിനോട് പറയപ്പെടുന്നു. ഖീല, പറയപ്പെടുന്നു. ലഹു, ആരോട്? അവനോട്. ആരാണോ ചോദിച്ചത്, ഈ ചോദ്യം ഉന്നയിച്ചത് ആരാണോ അയാളോട് പറയപ്പെടും. വഖൂഉഹു, വായിക്കുക. വഖൂഉഹു
വഹുവ മസ്ദറുൻ മൗഖിഅൽ അംർ. എന്താണ് നസ്ബ് നൽകാനുള്ള കാരണം? വുഖൂഉഹു വഹുവ മസ്ദറുൻ മൗഖിഅൽ അംർ. അതായത് ഈ പദം, ഏത് പദം? ഗുഫ്രാനക് എന്ന പദം ക്രിയാധാതുവായിരിക്കെ ആജ്ഞയുടെ, കൽപ്പനയുടെ സ്ഥാനത്താണ് വന്നത്. എന്താണ് ഗുഫ്രാനക് എന്നതിൻ്റെ ഉദ്ദേശം? എന്താണ്? ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് ഇനി പുറത്തു തരയണമേ എന്നാണ് അർത്ഥം, ഉദ്ദേശം. ഈ പുറത്തു തരയണമേ എന്ന ഫിഅൽ അംർ, ആജ്ഞാ സ്വഭാവത്തിലുള്ള ക്രിയക്കാണ് അറബിയിൽ എന്ത് പറയുക? അംർ എന്ന് പറയുക. ഫിഅലു അംറിൻ. അപ്പോൾ ഫിഅലു അംറിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? ക്രിയാധാതുവായ മസ്ദർ വന്നു. അപ്പോൾ മസ്ദർ ഫിഅൽ അംറിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ എന്തിന് നസ്ബ് നൽകപ്പെട്ടു? ക്രിയാധാതുവായ ഗുഫ്രാൻ, മസ്ദറായ ഗുഫ്രാൻ എന്ന പദത്തിന് നസ്ബ് നൽകപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഗതി, അതായത് ആജ്ഞാ സ്വഭാവത്തിലുള്ള ഫിഅൽ അംറിന് പകരം ആ സ്ഥാനത്ത് മസ്ദർ നൽകപ്പെട്ടാൽ ആ മസ്ദർ എന്തായിരിക്കും? നസ്ബായിരിക്കും. ആ മസ്ദർ മൻസൂബായിരിക്കും. നോക്കൂ നിങ്ങൾ, എന്താണ് ഇമാം തബറി പറഞ്ഞത്? കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമാം തബറി തുടരുന്നു, വകദാലിക തഫ്അലു അൽ-അറബു ബിൽ മസാദിർ. വകദാലിക എന്താണ് ഇതിന്റെ അർത്ഥം? അപ്രകാരം തന്നെ തഫ്അലുൽ അറബു, അറബികൾ പ്രവർത്തിക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. ഏതുകൊണ്ട്? ബിൽ മസാദിരി, മസ്ദറുകൾ കൊണ്ട് അപ്രകാരം അറബികൾ പ്രയോഗിക്കുമായിരുന്നു. അപ്പോൾ മസ്ദർ എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുടിക്കുക, ഇതാണ് ക്രിയ അല്ലേ? ഇതിന് മസ്ദർ എന്താണ്? കുടിക്കൽ. അതുപോലെ തന്നെ പ്രവർത്തിക്കുക, എന്താണ് ഇതിന്റെ മസ്ദർ? പ്രവർത്തിക്കൽ. അപ്പൊ അതുപോലെ തന്നെ ഖാല എന്ന ക്രിയ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഫിഅലാണ് ഖാല. അതിന്റെ മസ്ദർ എന്താണ്? ഖൗൽ. അപ്പൊ അതുപോലെ തന്നെ ഈ മസ്ദർ ഏതിന്റെ സ്ഥാനത്ത് വന്നാൽ, ഫിഅൽ അംറിന്റെ സ്ഥാനത്ത് വന്നാൽ ആ മസ്ദർ എന്ത് വരും? നസ്ബ് വരും. വൽ അസ്മാഉ ഇദാ ഹല്ലത് മഹല്ലൽ അംരി. ഇസ്മുകൾ, അതായത് നാമങ്ങൾ അംറിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ, വൽ അസ്മാഉ ഇദാ ഹല്ലത് മഹല്ലൽ അംരി. ഒന്നുകൂടി വായിക്കുക, വഅദ്ദത് عن معنى الأمر نصبتها. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? വൽ അസ്മാഉ ഇദാ ഹല്ലത് മഹല്ലൽ അംരി. അതായത് ഇസ്മുകൾ അംറിന്റെ സ്ഥാനത്ത് വരികയും അംറിന്റെ അർത്ഥം നൽകുകയും ചെയ്താൽ, ഏത് അംറിന്റെ അർത്ഥം നൽകുക? മസ്ദർ ആയ ക്രിയാധാതു ഈ ആജ്ഞയുടെ അർത്ഥം നൽകുകയും ചെയ്താൽ നസബത്ഹ, അറബികൾ എന്ത് ചെയ്യും? ആ ഇസ്മിന് എന്ത് നൽകും? നസ്ബ് നൽകും. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫയഖൂലൂന, ഉദാഹരണത്തിലൂടെ അല്പം കൂടി മനസ്സിലാക്കാം. അവർ പറയുമായിരുന്നു, അവർ പറയും എന്ത്? ആര് പറയും? അറബികൾ. ശുക്രൻ ലില്ലാഹി യാ ഫുലാൻ, ശുക്രൻ ലില്ലാഹി യാ ഫുലാൻ. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. ശുക്രൻ ലില്ലാഹി യാ ഫുലാൻ, ഓ മനുഷ്യ, അള്ളാഹുവിന് സർവ്വ സ്തുതി, അല്ലെങ്കിൽ അള്ളാഹു നന്ദി. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ശുക്രൻ എന്നല്ല പറഞ്ഞത്, ശുക്രൻ. ഇപ്പോൾ നമ്മൾ സാധാരണ പ്രയോഗിക്കാറില്ലേ? നമുക്കൊരു വല്ലവനും ഉപകാരം ചെയ്താൽ ശുക്രൻ എന്നല്ല പറയാം. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു ഇസ്മാണല്ലോ. തുടക്കത്തിൽ എന്താ വരേണ്ടത്? മമ്മാണ് വരേണ്ടത്. ശുക്രൻ എന്നല്ല പറയേണ്ടത്. എന്തുകൊണ്ട് ശുക്രൻ പറഞ്ഞു? അവിടെ ആ ശുക്രൻ എന്ന ആ മസ്ദർ ഫിഅൽ അംറിന്റെ സ്ഥാനത്ത് വന്നു, അതിന് നസ്ബ് നൽകപ്പെട്ടു എന്ന് വളരെ ഭംഗിയായി നോക്കൂ നിങ്ങൾ. 1100 വർഷങ്ങൾക്ക് മുമ്പ് ഇമാം തബരി റഹ്മഹുല്ലാഹ് തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഗതി ഇപ്പോഴും കുട്ടികൾക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇപ്പോഴും, അൽഹംദുലില്ലാ. അപ്പോൾ ഈ അറബി ഭാഷയ്ക്ക് അത്രമാത്രം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു അറബിയായ ഒരു ഷെയ്ഖ്
ഒരു ഖതീബ് ഖുത്ബ പറയുമ്പോൾ സാധാരണക്കാരായ സ്കൂളുകളിൽ പോകാത്ത അറബികൾക്ക് മനസ്സിലാകുന്നു ഖുത്ബ. അതായത് ഇവിടുത്തെ ബദുക്കൾക്ക് ഉദാഹരണത്തിന് ഖുത്ബ മനസ്സിലാകുന്നു. ചില വാക്കുകൾ ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉദ്ധരിക്കും. ചില വാക്കുകളുടെ അർത്ഥം സൂക്ഷ്മമായി മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഒരു ഖുത്ബ പറയുമ്പോൾ ആ ഖുത്ബയുടെ വിഷയവും അതിൻ്റെ മർമ്മവുമെല്ലാം ഈ ശ്രോതാക്കളായ അറബികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫയഖൂലൂന ശുക്രൻ ലില്ലാഹി യാ ഫുലാൻ വഹംദൻ ലഹു. അപ്പോൾ എന്താണ് ശുക്രൻ ലില്ലാഹി? താങ്കൾ, ഓ മനുഷ്യ, താങ്കൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക. അവിടെ ഒരു കൽപ്പനയുണ്ട്. വഹംദൻ ലഹു, താങ്കൾ അള്ളാഹുവിനെ സ്തുതിക്കുക. ബിമഅന, ഇമാം തബരി പറയുന്നു, ബിമഅന ഏത് അർത്ഥത്തിലാണുള്ളത്? ഉഷ്കുരില്ലാഹ വഹ്മദുഹു. ഉഷ്കുരില്ലാഹ വഹ്മദുഹു. ഉഷ്കുരില്ലാഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. വഹ്മദുഹു, അള്ളാഹുവിനെ സ്തുതിക്കുക. വസ്സലാത്ത് അസ്സലാ, ഇവിടെ സാധാരണ ഇവിടുത്തെ ഹൈഅയുടെ നമ്മുടെ ഭാഷയിൽ മുത്തവന്മാർ വന്നിട്ട് നമസ്കാര സമയമാകുമ്പോൾ അസ്സലാ 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 എന്ന് പറയും. അപ്പോൾ എന്താ അർത്ഥം? നിങ്ങൾ നമസ്കരിക്കുക എന്ന അർത്ഥം. നമ്മളെന്താ അർത്ഥം കൊടുക്കുക? നമസ്കാരം 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 നമസ്കാരം. അതല്ല അവിടെ ഉദ്ദേശം. അസ്സലാത്ത് അസ്സലാ എന്ന് പറഞ്ഞാൽ താങ്കൾ നമസ്കരിക്കുക. സല്ലു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സാധാരണ അറബിയിൽ പറയുന്നുണ്ട് അല്ലാഹ് അല്ലാഹ് യാ ഫുലാൻ, അല്ലാഹ് അല്ലാഹ് യാ ഫുലാൻ എന്നോട് അർത്ഥമാണ് അല്ലാഹുവേ അല്ലാഹുവേ എന്നാണോ? അള്ളാഹുവിനെ ഭയപ്പെടുക, ഇത്തഖുല്ലാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ നോക്കൂ നിങ്ങൾ, ഇമാം തബരി പറഞ്ഞ ഈ സംഗതി ഇപ്പോഴും അറബികൾ ഈ കാലഘട്ടത്തിലും അവരുടെ സാധാരണ സംസാര ഭാഷയിൽ പോലും ഉപയോഗിക്കാറുള്ളതാണ്. ബിമഅന ഉഷ്കുരില്ലാഹ വഹ്മദുഹു വസ്സലാത്ത് അസ്സലാ ബിമഅന സല്ലു. ഒന്നുകൂടി വായിക്കുക. ബിമഅന ഉഷ്കുരില്ലാഹ വഹ്മദുഹു. അപ്പം ശുക്രൻ ലില്ലാഹി യാ ഫുലാൻ വഹംദൻ ലഹു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉഷ്കുരില്ലാഹ വഹ്മദുഹു, താങ്കൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക. വസ്സലാത്ത് അസ്സലാ ബിമഅന സല്ലു. വയഖൂലൂന ഫിൽ അസ്മാ, നാമങ്ങളുടെ ഇസ്മുകളുടെ വിഷയത്തിൽ അവർ പറയും. എന്ത് പറയും? അല്ലാഹ് അല്ലാഹ് യാ ഖൗം. എന്താ ഇതിൻ്റെ അർത്ഥം? ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാം എന്ന പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു വിഷയത്തിലുണ്ട് എന്നൊരു വിശ്വാസി പഠിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ വിശ്വാസി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമാണ്. നേരെ മറിച്ച് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ വീഴ്ച വരുത്തുമ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ ദൗർബല്യമാണ് അത് അറിയിക്കുന്നത് എന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പൂർത്തീകരണം നമ്മൾ കുറച്ചും കൂടി നമ്മുടെ പുതിയ നോട്ടിലൂടെ വായിക്കേണ്ടതാണ്. അതായത് കൊടുക്കാം, പുതിയ നോട്ടുണ്ട്, നോട്ട് 3. അതായത് ഈ ആമനർ റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന ആയത്ത്, അതിനുശേഷം എന്താണ്? ഇതായത്ത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്താ അർത്ഥം? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനും ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ്റെ കഴിവിൽപ്പെടാത്ത കാര്യം ഒരിക്കലും അല്ലാഹു ഏൽപ്പിക്കുകയില്ല, കൽപ്പിക്കുകയില്ല, നിർദ്ദേശിക്കുകയില്ല. ഈ ലാ യുകല്ലിഫുല്ലാഹു, അങ്ങനെ അല്ലാഹു മനുഷ്യന് കഴിയാത്ത കാര്യം അല്ലാഹു ഒരിക്കലും ഏൽപ്പിക്കുകയില്ല എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, ലാ യുകല്ലിഫുല്ലാഹു, അത് അവതരിക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്, സബബുൻ നുസൂൽ. ആ പശ്ചാത്തലമാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ആമനർ റസൂലു എന്ന ആയത്തിന് മുമ്പും ഒരു ആയത്തുണ്ട്. എന്താണത്? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു.
നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും നിങ്ങൾ മറച്ചു വെച്ചാലും യുഹാസിബുക്കും ബിഹില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് വിചാരണ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഈ ആയത്തിൽ എന്തുണ്ട്? എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന വിചാരങ്ങൾക്കും അള്ളാഹുവിൻ്റെ എന്തുണ്ട്? വിചാരണ ഉണ്ട് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ എന്താണ് സഹാബത്തുകൾക്ക് അനുഭവപ്പെട്ടത്, അതിനുശേഷം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഇളവ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് വായിക്കുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ നസലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലമ്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ആ സന്ദർഭത്തിൽ, അങ്ങനെ ആയപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ലമ്മ നസലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇപ്രകാരം അവതരിച്ചപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തിറങ്ങി? ഏതായത്ത്? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ, ഇറങ്ങിയപ്പോൾ നബിക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം? പെട്ടെന്ന് പറയാം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമിയുള്ളത് സർവ്വതും അള്ളാഹുവിൻ്റെതാകുന്നു, അള്ളാഹുവിൻ്റെ മുൽക്കാകുന്നു, അവകാശമാകുന്നു. വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും, ഔ തുഖ്ഫൂഹു, നിങ്ങൾ മറച്ചു വെച്ചാലും, യുഹാസിബുക്കും ബിഹില്ലാഹ്, അള്ളാഹു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും, ഹിസാബ് പറയും. ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ, ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. എന്താണ് അർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ശിക്ഷിക്കും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാകുന്നു. ഖാല, ആരാ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഈ ഹദീസിന്റെ റാവി ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇത് ആരാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തതെന്ന് അവസാനം പറയാൻ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് എഴുതണപ്പോൾ തന്നെ റവാഹു മുസ്ലിം അവസാനം, അതായത് 8ാമത്തെ പേജിൻ്റെ അവസാനം നഅം എന്ന വാക്കാണ് അവസാനം. അതിനുശേഷം റവാഹു മുസ്ലിം, അല്ലെങ്കിൽ മലയാളത്തിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്തു എന്നും എഴുതാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് വായിക്കുന്നത്. ഈ ആയത്തിൻ്റെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്ന ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവതരിച്ചപ്പോൾ ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തദ്ദ ദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അസ്ഹാബുകൾക്ക്, അനുചരന്മാർക്ക് അത് പ്രയാസമായി തോന്നി. ഏത് പ്രയാസമായി? അതായത് നിങ്ങളുടെ മനസ്സിലുള്ളതും അള്ളാഹു വിചാരണ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾക്കും എന്തുണ്ട്? രക്ഷാശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ അതൊരു പ്രയാസമായി ആർക്ക് തോന്നി? സഹാബത്തുകൾക്ക് പ്രയാസമായി തോന്നി. ഫഅതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കിലേക്ക് ആര് ചെന്നു? യർഹമുക്കല്ലാഹ്, സഹാബത്തുകൾ ചെന്നു. ثم بركوا على الركب, എന്തായതിനർത്ഥം? അവര് എന്താണ് ഇവിടെ ഈ മലയാളത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ثم بركوا على الركب എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മുട്ടുകൾ കുത്തി അവർ ഇരുന്നു എന്നാണ്. ക്ലിയർ ആണോ? മുട്ടുകുത്തി എന്ന് പറയാം, മുട്ടുകുത്തി ഇരുന്നു, കുത്തിരിക്കുക എന്ന് പറയണ്ട. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉസ്താദ് ഷുഹൈബാണ് സാധാരണ നോട്ടുകളിലുള്ള ഭാഷാ പിശകുകളൊക്കെ തിരുത്താറുള്ളത്. ഏതായാലും അതുപോലെ തന്നെ എല്ലാവരും സഹകരിക്കേണ്ടതാണ്.
സുമ്മ ബറകു അല റുകബ്, അപ്പോൾ മുട്ടുകൾ കുത്തി അവർ സഹാബത്തുകൾ ഇരുന്നു. എന്താണ്? അവർ പരാതി ബോധ്യപ്പെടുത്തുകയാണ്. അവരുടെ മനസ്സിലുണ്ടായ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. അപ്പം യാ റസൂലല്ലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് ഐ റസൂലല്ലാഹ്. എന്താ വ്യത്യാസം? ഐ എന്ന നിദാഇൻ്റെ അക്ഷരം ഒരാളെ വിളിക്കുമ്പോൾ നമ്മുടെ സമീപത്തുള്ള ഒരു വ്യക്തിയെ വിളിക്കുമ്പോഴാണ് സാധാരണ ഐ എന്ന വാക്ക് പ്രയോഗിക്കാറുള്ളത്. മനസ്സിലായില്ലേ? എന്നാൽ യാ എന്ന വാക്ക് അത് അടുത്താണെങ്കിലും വിദൂരത്താണെങ്കിലും സാധാരണ ഉപയോഗിക്കാറുണ്ട്. അയാന്നാണെങ്കിലോ വിദൂരത്തുള്ള വ്യക്തിയാണ് അയാ ഖാലിദ്. എന്നാൽ നമ്മുടെ അടുത്തുള്ള ഒരു കുട്ടിയോട്, ഒരു പിതാവ് മകനോട്, അടുത്തിരിക്കുന്ന മകനോട് പറയാണ് ഐ ബുനയ്യ, എൻ്റെ മോനെ പറയുമ്പോൾ ഐ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല ആ വാക്കിന് എന്തുകൂടിയുണ്ട്? ഒരു ബഹുമാനം കൂടിയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുല്ലിഫ്നാ മിനൽ അഅ്മാലി മാ നുതീഖ്, കുല്ലിഫ്നാ മിനൽ അഅ്മാലി മാ നുതീഖ്. സഹാബത്തുകൾ പറയാണ് കുല്ലിഫ്നാ, പ്രവർത്തിക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. എന്താണ് കൽപ്പിക്കപ്പെട്ടത്? മിനൽ അഅ്മാലി മാ നുതീഖ്, ഞങ്ങൾക്ക് സാധിക്കുന്ന, ഞങ്ങളുടെ കഴിവിൽപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, നിർദ്ദേശിക്കപ്പെട്ടു, ഏൽപ്പിക്കപ്പെട്ടു. കുല്ലിഫ്നാ മിനൽ അഅ്മാലി മാ നുതീഖ്. ഏതെല്ലാമാണ് ആ പ്രവർത്തനങ്ങൾ, ആ കർമ്മങ്ങൾ? അസ്സലാത്ത വസ്സിയാമ വൽ ജിഹാദ വസ്സദഖ. ഇതിൻ്റെ അർത്ഥം അപ്പം അറിയപ്പെടുന്ന വാക്കുകളുടെ അർത്ഥം താഴെ കൊടുക്കുകയില്ല, എല്ലാവർക്കും അറിയാവുന്ന പദങ്ങളാണ്. അസ്സലാത്ത, ആ കർമ്മങ്ങൾ, ഞങ്ങൾക്ക് സാധിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ജിഹാദ്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, സദഖത്ത്, ഇതൊക്കെ ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങളാണ്. വഖദ് ഉൻസിലത് അലൈക ഹാദിഹിൽ ആയതു വലാ നുതീഖുഹാ, എന്നാൽ താങ്കൾക്ക് ഈ ആയത്ത് അവതരിക്കപ്പെട്ടിരിക്കുന്നു, ഇറങ്ങിയിരിക്കുന്നു. വലാ നുതീഖുഹാ, ഞങ്ങൾക്കാണെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് സഹാബത്തുകൾ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബ്ലിക്കും സമിഅ്നാ വഅസൈന, നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുമ്പുള്ള വേദക്കാർ ധിക്കാരപൂർവം എന്ത് പറഞ്ഞു? സമിഅ്നാ വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ധിക്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുമ്പുള്ള വേദക്കാർ ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് സഹാബത്തുകളോട് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസി എന്താ പറയേണ്ടത്? സമിഅ്നാ വഅതഅ്നാ. അതിൻ്റെ ഉദ്ദേശം നമുക്ക് ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? ഒരു മനുഷ്യൻ തസ്ലീമോടെ, അതിന് വഴിപ്പെട്ടുകൊണ്ട്, അതിന് കീഴ്പ്പെട്ടുകൊണ്ട്, കീഴ്വണക്കത്തോടെ അവൻ സമിഅ്നാ വഅതഅ്നാ എന്ന് പറയണം. അവനാകുന്നു യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ വിശ്വാസി. അപ്പോൾ എന്താണ് വിശദം പറഞ്ഞത്? ബൽ ഖൂലു സമിഅ്നാ വഅതഅ്നാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അപ്പോൾ ഈ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായ വേദക്കാർ പറഞ്ഞതുപോലെ സമിഅ്നാ വഅസൈന പറയരുത്. ബൽ ഖൂലു, നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താകുന്നു? സമിഅ്നാ വഅതഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ എന്നുമാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഫലമ്മ ഇഖ്തറഅഹൽ ഖൗം, ഖറഅ എന്ന പദത്തിന് അർത്ഥം നമുക്കറിയില്ലോ. ഖറഅ എന്ന അർത്ഥം വായിച്ചു.
അതിൻ്റെ വേറൊരു രൂപമാണ് ഇഖ്തറഅ. സ്വയം ഇങ്ങനെ വായിച്ച് ശീലിക്കുന്നതിനാണ് ഇഖ്തറഅ എന്ന് പറയുക. ഫലമ്മ ഇഖ്തറഅഹൽ ഖൗം പറയുമ്പോൾ ആ വചനം, ഏത് വചനം? ഗുഫ്രാനക റബ്ബന സമിഅനാ വഅതഅന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ എന്ന ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഈ പദം, ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പദം, ഈ വചനം ആ സഹാബത്തിൽ ഉരുവിട്ട് അവർക്ക് ശീലമായപ്പോൾ അവരുടെ നാവുകൾ അതിന് വഴങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് ഹദീസിൽ പറയുന്നത്. റാവിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ സഹാബത്തുകളുടെ മര്യാദ, സഹാബത്തുകളുടെ അനുസരണാശീലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ആയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മുമ്പുള്ള വേദക്കാരായ പിഴച്ചുപോയ കക്ഷികൾ പറഞ്ഞതുപോലെ സമിഅനാ വ അസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു ധിക്കരിച്ചിരിക്കുന്നു എന്ന് പറയരുത്. സമിഅനാ വ അതഅന എന്നാ പറയേണ്ടത്. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ എന്ന ഈ വചനം പഠിപ്പിക്കുകയും സഹാബത്തുകൾ അത് പഠിച്ച് ഉരുവിട്ട് ഒരു ശീലമാക്കി കളഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദല്ലത് ബിഹാ അൽസിനതുഹും, അവരുടെ നാവുകൾക്കത് വഴങ്ങിപ്പോയി. ഫഅൻസലല്ലാഹു ഫീ ഇത്രിഹാ, അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം, ഏത് ജനങ്ങൾ ഇത് പഠിച്ച് ഒരു ശീലമാക്കിയതിന് ശേഷം അല്ലാഹു ഇറക്കിയ ഒരു ആയത്താണ് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ഈ വിശ്വാസികളായ സഹാബത്തുകൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഷഹാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവതരിപ്പിക്കുകയാണ് സഹാബത്തുകളെ കുറിച്ച്. അവർ വിശ്വാസത്തിൽ ദൃഢമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും വിശ്വാസികളും എന്താണോ അവർക്ക് അവതരിക്കപ്പെട്ടത് അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലി എന്ന അവസാനിക്കുന്ന നമ്മൾ പഠിച്ച ആയത്ത്. ഫലമ്മ ഫഅലു ദാലിക, അപ്രകാരം അവർ പ്രവർത്തിച്ചപ്പോൾ, എപ്രകാരം അവർ അതിലേക്ക് വിശ്വസിക്കുകയും ആ നിർദ്ദേശപ്രകാരം അവർ ചൊല്ലിപ്പഠിക്കുകയും ചെയ്തപ്പോൾ നസഖഹല്ലാഹു തആല, അല്ലാഹു അതിനെ, ഏതിനെ? അവർക്ക് പ്രയാസം തോന്നിയ ആ ആയത്തിൽ ഉള്ള ആ വിധിയെ അല്ലാഹു നീക്കം ചെയ്തു, ഉയർത്തി മാറ്റിക്കളഞ്ഞു. എന്താണ് അവർക്ക് പ്രയാസം തോന്നിയ വിധി? അവരുടെ മനസ്സിലുള്ള എന്താണോ തോന്നലുകൾ, ആ തോന്നലുകൾക്കും എന്തുണ്ട്? വിചാരണയുണ്ട് എന്ന് പറയുന്ന വിധി, അത് അവർക്ക് പ്രയാസമായി തോന്നി. കാരണം അങ്ങനെയാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് എപ്പോഴൊക്കെയാണോ വായിക്കുന്നത് അപ്പോഴൊക്കെ അദ്ദേഹം കരയുമായിരുന്നു എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം, ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പ്രകാരം ഞങ്ങളെ വിചാരണ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും കരയുമായിരുന്നു എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, സഹാബത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും തഫ്സീർ പഠിച്ച മഹാപണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു ഉമറിനോട് കാരുണ്യം ചെയ്യട്ടെ. ഇതേ പ്രയാസം തന്നെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മുമ്പ് സഹാബത്തുകൾക്കും അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധിയെ ഉയർത്തി അള്ളാഹു അവർക്ക് ഇളവ് നൽകി എന്ന് ആര് തിരുത്തി കൊടുത്തു? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ തഖ്ഫീഫ്, ഇളവ് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധിയെ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ നസ്ഖ് ചെയ്തു എന്നാണ് ഖുർആനിൻ്റെ ഭാഷയിൽ. നസ്ഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ കാലഘട്ടത്തിൽ
അവതരിപ്പിച്ച ഒരു നിയമത്തെ മാറ്റിക്കൊണ്ട് അതിന് ബദലായി ഒരു പുതിയ നിയമം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി എന്നാണ് നസ്ഖിൻ്റെ അർത്ഥം. ഈ ഉലൂമുൽ ഖുർആനിൽ പഠിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അന്നാസിഖ് വൽ മൻസൂഖ്. ഇതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നൂൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിനെ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ താങ്കളെ അതിനെക്കുറിച്ച് മറപ്പിക്കുകയോ ചെയ്താൽ നഅതി ബിഖൈരിൻ മിൻഹാ, ആ നീക്കം ചെയ്ത ആയത്തേക്കാൾ ഉത്തമമായ ഒന്നിനെ നാം കൊണ്ടുവരും. നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, ഒന്നുകിൽ അതിനോട് തുല്യതയുള്ള ഒരു ആയത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു ആയത്തോ അതിന് ബദലായിട്ട് കൊണ്ടുവരുമെന്ന് ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. അപ്പം അള്ളാഹുവിനാണ് ഒരായത്ത് നസ്ഖ് ചെയ്യാനും അതിന് പകരം വേറൊരു ആയത്തിനെ കൊണ്ടുവരാനുള്ള അവകാശം ആർക്കാണ്? അള്ളാഹുവിൻ്റെ അവകാശമാണ്. അതിനൊരു ഉദാഹരണം, നാസിഖ് മൻസൂഖിന് ഒരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഇത്. ഏത്? ഈ ആമിന റസൂൽ എൻ്റെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട നസ്ഖിൻ്റെ വിഷയം. അപ്പോൾ വൈൻ തുബ്ദു മാ ഫീ അൻഫുസിക്കും ഔ തുഖ്ഫൂഹു എന്ന ആയത്തിനെ ഏത് ആയത്താണ് നസ്ഖ് ചെയ്തത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഒരു മനുഷ്യൻ പ്രവർത്തിച്ച നന്മകൾ, അതാണ് ലഹാ മാ കസബത്. ഒരു മനുഷ്യൻ പ്രവർത്തിച്ച നന്മ അത് അവനുള്ളതാണ്, അവൻ്റെ അവകാശമാകുന്നു. വഅലൈഹാ മക്തസബത്, അതുപോലെ തന്നെ മനുഷ്യൻ പ്രവർത്തിച്ച ദുഷ്ഫലവും അവനാണ് അനുഭവിക്കുക, അവൻ്റെ മേലെയാണ് എന്ന ഈ ആയത്ത് ഏതിനെ നീക്കം ചെയ്തു? വഇൻ തുബ്ദു മാ ഫീ അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ എന്ന ആയത്തിനെ നസ്ഖ് ചെയ്തു എന്ന് ഈ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, പെട്ടെന്ന് തന്നെ വായിക്കാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി ഏതിനെ? ആ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തെ ഇറക്കി. എന്താണ്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അല്ലാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ ചെയ്യാൻ കൽപ്പിക്കുകയില്ല. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഒരു മനുഷ്യൻ പ്രവർത്തിച്ച സൽഫലങ്ങളും ദുഷ്ഫലങ്ങളും എല്ലാം ആ മനുഷ്യൻ തന്നെയാണ് അനുഭവിക്കുക. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് തെറ്റ് പറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ലാ തുആഖിദ്നാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഖാല നഅം, ഈ പ്രാർത്ഥന വിശ്വാസികൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? നഅം, അതെ, നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയില്ല. റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലെ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ എന്ന പ്രാർത്ഥന. അപ്പോൾ എന്താ, നമുക്ക് മുമ്പുള്ള സമുദായക്കാർ, തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ആയത്തൊക്കെ വിശദീകരിച്ച് പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മുമ്പുള്ള സമുദായക്കാർക്ക് പല ഭാരങ്ങളും അള്ളാഹു ചുമത്തിയിട്ടുണ്ട്. ഉദാഹരണം, സാധാരണ പണ്ഡിതന്മാർ ഈ ആയത്ത് തഫ്സീർ പറയാറുണ്ട്, മുമ്പുള്ള സമുദായക്കാർക്കൊക്കെ അവരിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പിറ്റേന്ന് അയാളുടെ വീടിൻ്റെ വാതിൽ പുറത്ത് എഴുതപ്പെടും, താങ്കൾ ഇന്നലെ അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നിന്ന പാപങ്ങൾ ചെയ്തു എന്ന് പരസ്യമായി രേഖപ്പെടുത്തപ്പെടും. അതോടെ എന്തായി, അയാൾക്ക് അതിലൂടെ പിന്നെ പാപങ്ങൾ ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം എല്ലാവരും അത് പിന്നീട് അറിയും. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവം ഒന്നും എന്തില്ല, ഈ ഉമ്മത്തിന് ആ ഒരു ഭാരം അല്ലാഹു ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉഅ്തീതു ഖവാതീമൽ ബഖറ, ബഖറയുടെ അവസാന വചനങ്ങൾ എനിക്ക് നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള ഒരു ഉമ്മത്തിനും ഒരു പ്രവാചകനോ നൽകപ്പെട്ടിട്ടില്ല. കാരണം ഈ ഇളവ് നൽകപ്പെട്ടത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിനാണ് എന്ന് വിശ്വാസികൾ പറഞ്ഞപ്പോൾ ഖാല നഅം, അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ എന്ന് പറഞ്ഞു. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, നമുക്ക് സാധിക്കാത്ത യാതൊന്നും അല്ലാഹുവേ ഞങ്ങളെ നീ ഏൽപ്പിക്കല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാല നഅം, അപ്പോഴും അല്ലാഹു പറഞ്ഞു അതെ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു താ. വർഹംന, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്ക്. അൻത മൗലാന, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി വരേണ്ട പ്രാർത്ഥനയാണ് പ്രിയ സഹോദരന്മാരെ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഖുർആനിലൂടെ വന്ന പ്രാർത്ഥനകൾ, ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈനംദിനം പതിവായി ചൊല്ലാറുള്ള പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകൾക്കാണ് നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. അത് കഴിഞ്ഞിട്ട്, കാരണം ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ എപ്പോഴും ജാമിഉം മാനിഉം ആയിരിക്കും. അതായത് വാക്കുകൾ പലപ്പോഴും കുറവായിരിക്കും, അതിൽ ധാരാളം അർത്ഥങ്ങൾ, ധാരാളം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ അതിൽ പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലി നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇഖ്ലാസോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും ഖുർആൻ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആത്മാർത്ഥതയും മനസ്സും ഇഖ്ലാസും തൗഫീഖും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.